UPSC IAS പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഡിസ്കഷൻ പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ എ, interstate trade and commerce is a state subject under the state list. Interstate migration is a state subject under the state list. Interstate quarantine is a union subject under the union list. Corporation tax is a state subject under the state list. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ തന്നെയാണോ ഈ വിഷയങ്ങളെന്ന് ചെക്ക് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഒന്നാമത്തത് എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റിലെ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ, അതിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് പവർ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആസ് പെർ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് 7ാമത്തെ ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ സെൻറ്ററിനും സ്റ്റേറ്റിനും ഏതൊക്കെ വിഷയങ്ങളിലാണ് അധികാരം എന്നത് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ 98 സബ്ജക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 സബ്ജക്റ്റ് ഉണ്ട്. അത് 66 ആയിരുന്നു, ഇപ്പോൾ 59 കൺകറന്റ് ലിസ്റ്റിൽ 52 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ ലിസ്റ്റിലാണ്, അത് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കറക്റ്റ് ആണോ? അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ആക്ച്വലി ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് ആണ്. അടുത്തത് ഇൻഡർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അതും തെറ്റാണ്. ഇൻഡർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഈസ് അണ്ടർ യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ബിയും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അടുത്തത് ഇൻഡർസ്റ്റേറ്റ് ക്വാറന്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്റ്റ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റാണ്. അതും എന്താണ് കറക്റ്റാണ്. കാരണം ഇൻഡർസ്റ്റേറ്റ് ക്വാറന്റൈൻ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സി ഈസ് കറക്റ്റ്. അടുത്തത് കോർപ്പറേഷൻ ടാക്സ് ആണ്. കോർപ്പറേഷൻ ടാക്സ് ഈസ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിയും കറക്റ്റ് അല്ല. അപ്പോൾ ഇതിലാകെ കറക്റ്റായിട്ടിരിക്കുന്നത് ഏതാണ്? കറക്റ്റായിട്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് സി മാത്രം ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ദ ആൻസർ ഈസ് സി. ദാറ്റ് മീൻസ് ഇന്റർസ്റ്റേറ്റ് ക്വാറന്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്റ്റ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റും 4 സബ്ജക്റ്റും വരുന്നത് യൂണിയൻ ലിസ്റ്റിൽ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Under which of the following articles of the Constitution of India has the Supreme Court of India placed right to privacy? താഴെ തന്നിട്ടുള്ള ആർട്ടിക്കിൾസിൽ ഏതിലാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റൈറ്റ് ടു പ്രൈവസി ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത്? അപ്പോൾ ആർട്ടിക്കിൾ 15, 16, 19, 21 ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഏതാണ്? നമുക്കറിയാം KS പുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻ 2017 അതിലാണ് റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ ആൻഡ് ഇൻഅലിയനബിൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. ആർട്ടിക്കിൾ 21ലാണ് റൈറ്റ് ടു പ്രൈവസി വരുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, head of the Department of Military Affairs?
CDS ഉണ്ടല്ലോ, ചീഫ് ഓഫ് ഡിഫൻസ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതിൻ്റെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ പെർമനൻറ്റ് ചെയർമാൻ ഓഫ് ദി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. സെക്കൻഡ്, exercise military command over the 3 service chiefs. Third, principal military advisor to defense ministers on all tri-service matters. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് 2001 ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ വരുന്നത്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അതിൽ CDS അങ്ങനെ ഷെക്കാത്തർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അത് നിലവിൽ വന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ടു ഫങ്ഷൻ ആസ് ദ പെർമനൻറ്റ് ചെയർമാൻ ഓഫ് ദ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി, അത് കറക്റ്റാണ്. ഓപ്ഷൻ 1 കറക്റ്റാണ്. സെക്കൻഡ് എന്താണ്? എക്സസൈസ് മിലിറ്ററി കമാൻഡ് ഓവർ ദ 3 സർവീസ് ചീഫ്സ്, അത് തെറ്റാണ്. കാരണം ജോയിൻ്റ് ഓപ്പറേഷനിൽ മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ജോയിൻ്റ് ഓപ്പറേഷനിൽ മാത്രമാണ് CDSന് റോളുള്ളത്. അടുത്തത് പ്രിൻസിപ്പൽ മിലിറ്ററി അഡ്വൈസർ ടു ഡിഫൻസ് മിനിസ്റ്റർ ഓൺ ഓൾ ട്രൈ സർവീസ് മാറ്റർ, ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ്, എക്സസൈസ് മിലിറ്ററി കമാൻഡ് ഓവർ ദ 3 സർവീസ് ചീഫ്. അങ്ങനെയില്ല. സാധാരണഗതിയിൽ എന്താണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹൗ CDS വിൽ നോട്ട് എക്സസൈസ് എനി മിലിറ്ററി കമാൻഡ് ഓവർ ദ 3 സർവീസ് ചീഫ്സ്. അത് ആ ജോയിൻ്റ് ഓപ്പറേഷനിൽ കോർഡിനേഷൻ ഉറപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ അണ്ടർടേക്കൻ ബൈ ദ ആർമി ടുവേർഡ്സ് upliftment of the local population in remote areas to include addressing their basic need. ഇത് ഒരു ആർമി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക്കൽ പോപ്പുലേഷൻ, റിമോട്ട് ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ബേസിക് നീഡിന് വേണ്ടിയിട്ട് ആർമി നടത്തിയ ഓപ്പറേഷൻ ഏതൊക്കെയാണ്? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സങ്കൽ, ഓപ്പറേഷൻ മൈത്രി, ഓപ്പറേഷൻ സദ്ഭാവന, ഓപ്പറേഷൻ മദദ്. ഏതാണ്? ഓപ്പറേഷൻ സദ്ഭാവനയാണ്. അത് it's an operation that is initiated by Indian Army aimed at improving a social and economic condition of the people of remote areas ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the longest border between any 2 countries in the world is between Canada and United States of America, Chile and Argentina, China and India, Kazakhstan and Russian Federation. ഈ തന്നിട്ടുള്ള ഓപ്ഷനിലെ ഏറ്റവും ലോങ്സ്റ്റ് ബോർഡർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കും? എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഷെയർ ദ ലോങ്സ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ ഇൻ ദ വേൾഡ് സ്പാനിങ് എ മാസീവ് 8,800 കിലോമീറ്റേഴ്സ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements about the ethics committee in the Lok Sabha are correct? Option number 1, initially it was an ad hoc committee. Second, only a member of the Lok Sabha can make a complaint relating the unethical conduct of a member of Lok Sabha. Third, this committee cannot take up any matter which is sub judice. എന്നിട്ട് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. സോ എന്തായിരുന്നു എത്തിക്സ് കമ്മിറ്റി? എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് 1997 രാജ്യസഭയിൽ, ലോക്സഭയിൽ 2000 വരുന്നത്. അതായത് കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് മെമ്പേഴ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. ഇറ്റ് എക്സാമിൻസ് ദ കേസസ് ഓഫ് മിസ്കണ്ടക്ട്സ് ആൻഡ് റെക്കമെൻഡ്സ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ആൾക്കാരുടെ മിസ്കണ്ടക്ട് പരിശോധിച്ചിട്ട് ആക്ഷന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും. സോ പ്രൈമറിലി ദിസ് ഇസ് ഡിസൈൻ ടു എൻഗേജ് ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. It is the only committee that probes lay citizen complaints about marks of the Lok Sabha. ലോക്സഭയിൽ
ലോ മേക്കേഴ്സിനെതിരെ വരുന്ന കംപ്ലൈൻറ്റ് വരുന്ന ആകെയുള്ള കമ്മിറ്റിയാണ്. അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് GMC ബാലയോഗി അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി കൊണ്ടുവരുന്നത്. പിന്നീട് അത് 2015 മുതൽ അതിൻ്റെ പാർട്ടായിട്ട് മാറി. അപ്പോൾ ഇനീഷ്യലി ഇറ്റ് വാസ് എൻ അഡ്ഹോക് കമ്മിറ്റി എന്ന ആൻസർ കറക്റ്റാണ്. അതായത് 2000 GMC ബാലയോഗി മീൻസ് നമ്മുടെ മുമ്പത്തെ സ്പീക്കർ അദ്ദേഹമാണ് ഇതൊരു അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. അത് പിന്നീട് ഇതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ആയിട്ട് അതായത് എത്തിക്സ് കമ്മിറ്റി ആയിട്ട് മാറുമായിരുന്നു. അപ്പോൾ എന്താണ് ഓപ്ഷൻ 1 കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ഓൺലി എ മെമ്പർ ഓഫ് ദ ലോക്സഭ ക്യാൻ മേക്ക് എ കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് മെമ്പർ ഓഫ് ലോക്സഭ. ഇതിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനീഷ്യലി ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എത്തിക്സ് കമ്മിറ്റിയിൽ. അതായത് എനി ഇന്ത്യൻ സിറ്റിസൺ വാസ് അലൗഡ് ടു ഫയൽ എ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് എ ലോ മേക്കർ. ഏത് ഇന്ത്യൻ സിറ്റിസണിനും ലോ മേക്കർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് നിസ്സാര കാര്യത്തിൻ്റെ പേരിലും ഏത് സിറ്റിസണും കൊണ്ടുപോയിട്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർക്കെതിരെ ലോ മേക്കറിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇതിനൊരു മോഡിഫിക്കേഷൻ വന്നു. മോഡിഫിക്കേഷൻ ഇങ്ങനെയാണ്: എനി പേഴ്സൺ ക്യാൻ കംപ്ലൈൻ അഗെയിൻസ്റ്റ് മെമ്പർ ടു എനദർ ലോക്സഭ MP. പക്ഷെ എന്ത് വേണം? അഫിഡവിറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് കംപ്ലൈൻറ്റ് ഈസ് നോട്ട് ഫോഴ്സ്, ഫ്രിവലസ് ഓർ വെക്സേഷ്യസ്. അങ്ങനെ ഒരു തെറ്റായ രീതിയിലല്ല എന്നുള്ള അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായിട്ട് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കൊണ്ടോ ഒന്നുമല്ല ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്നുള്ള അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷമേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിൽ ആർക്ക് ഇന്ത്യൻ സിറ്റിസണിനും കംപ്ലൈൻറ്റ് കൊടുക്കാം, പക്ഷേ വിത്ത് അഫിഡവിറ്റ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ എന്താണ്? മെമ്പർ ഓഫ് ദ ലോക്സഭ ക്യാൻ മേക്ക് എ കംപ്ലൈൻറ്റ് എന്നാണ്. ഓൺലി എ മെമ്പർ ഓഫ് ദ ലോക്സഭ ക്യാൻ മേക്ക് എ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അടുത്തത് മീഡിയ റിപ്പോർട്ടോ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂലോ ഉള്ള ഒരു കാര്യത്തിൽ എന്തെടുക്കാൻ പറ്റില്ല, കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്തത് ദ കമ്മിറ്റി കനോട്ട് ടേക്ക് അപ്പ് എനി മാറ്റർ വിച്ച് ഈസ് സബ് ജുഡീസ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1 and 3 കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹു വാസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബിഫോർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ടുക്ക് ഓവർ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ആരായിരുന്നു രാജേന്ദ്ര പ്രസാദിന് മുമ്പ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. 211 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ആ കമ്മിറ്റിയിൽ ടെമ്പററി പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. സോ ദ ആൻസർ ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ: with reference to the Government of India Act 1935, consider the following statement. It provided for the establishment of an All India Federation based on the union of the British Indian provinces and princely state. Second, defence and foreign affairs were kept under the control of the federal legislature. Which of the following statement given above is correct? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് പറയേണ്ടത്. ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് പ്രൊവിൻസസും, അതായത് ഫെഡറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അടുത്തത്: ഡിഫൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് വർ കെപ്റ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫെഡറൽ ലെജിസ്ലേറ്റർ. അതിൽ പറയുന്നുണ്ട് ഫെഡറൽ ലിസ്റ്റ് 59 ഐറ്റംസ് ഓഫ് നാഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. അതിൽ ഡിഫൻസും ഉണ്ട്, ഫോറിൻ അഫയേഴ്സും ഉണ്ട്. ഫെഡറൽ ലെജിസ്ലേറ്ററിൽ തന്നെയാണ് ഡിഫൻസും ഫോറിൻ അഫയേഴ്സും വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 and 2 കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വർക്ക് ആട്രിബ്യൂട്ടഡ് ടു പ്ലേ റൈറ്റ് ബാസ? സംസ്കൃത നാടകകൃത്തായ ബാസയുടെ കൃതി ഏതാണ് എന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ കാവ്യാലങ്കാര, നാട്യശാസ്ത്ര,
മാധ്യമ വ്യായോഗ മഹാഭാഷ്യ. ഏതാണ്? ഓപ്ഷൻ സി മാധ്യമ വ്യായോഗയാണ്. അതുകൂടാതെ പഞ്ചതന്ത്ര, ഗഡോത്കച്ച് എന്നൊക്കെ കർണഭാരം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളും ഉണ്ട്. ഇപ്പം ഇവിടെ തന്നിട്ടുള്ളത് മാധ്യമ വ്യായോഗയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സംഘഭൂതി എന്ന് പറയുന്ന an Indian Buddhist monk who traveled to China at the end of the 4th century AD was the author of the commentary on. ഈ സംഘഭൂതി എന്തിൻ്റെ കമൻ്ററിയുടെ ഓതർ ആയിരുന്നു? തന്നിട്ടുള്ള ഓപ്ഷൻ പ്രാശ്ന പരമിത സൂത്ര, വിശുദ്ധിമാർഗ, സർവസ്തിവാദ വിനായസീൻ, ലളിത വിസ്താരം. ഇതിൽ ഏതിൻ്റെ കമൻ്ററിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ സി സർവസ്തിവാദ വിനായ. അതൊരു ചൈനീസ് ബുദ്ധിസ്റ്റ് വർക്കാണ്. അതിൻ്റെ കമൻ്ററിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രാജ്ഞ പരമിത സൂത്ര, അതൊരു മഹായാന സൂത്രയാണ്. അതുപോലെ വിശുദ്ധി മാർഗ, അത് മഹാവിഹാര സ്കൂൾ ഓഫ് തേരാവത ബുദ്ധിസം, അതിൻ്റെ ഇതിൽ വരുന്നതാണ്. ലളിത വിസ്താര എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഒരു ബയോഗ്രഫിയാണ്. അപ്പം ഇതിൽ ഏതാണ് ആൻസർ? ഏതാണ് വരുന്നത്? ആൻസർ സി ആണ് ഇദ്ദേഹം എഴുതിയ കമൻ്ററി. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് റിലീസ്ഡ് ബൈ യുനെസ്കോ. ശാന്തി നികേതൻ, റാണി കി വാവ്, സാക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാലാസ്, മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധ് ഗയ. ഹൗ മെനി ഓഫ് ദ എബോവ് പ്രോപ്പർട്ടീസ് വർ ഇൻക്ലൂഡഡ് ഇൻ 2023? ഈ തന്നിട്ടുള്ളതിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് 2023 കൊടുത്തിട്ടുള്ളത്? അതിൽ ഏതൊക്കെയാണ്? അപ്പോൾ ഓൺലി 1 ആണോ, ഓൺലി 2 ആണോ, ഓൺലി 3? അതായത് ഇതിൽ എത്ര എണ്ണാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ശാന്തിനികേതൻ രവീന്ദ്രനാഥ ടാഗോർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അത് 2023 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തത്. അത് ശരിയാണ്. റാണി കി വാവ് ഗുജറാത്ത് എന്ന് പറയുന്നത് 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ മെമ്മോറിയലായിട്ട് നിർമ്മിച്ചതാണ്. അത് യുനെസ്കോയുടെ ഇതിലോട്ട് വരുന്നത്, അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തത് 2014. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് ഹൊയ്സാല ടെമ്പിൾ കോംപ്ലക്സ് ഇൻ കർണാടക. ഇത് ആഡ് ചെയ്തത് 2023. അത് ശരിയാണ്. പിന്നെ മഹാബോധി ടെമ്പിൾ, അത് ബുദ്ധൻ്റെ ഒരു ഹോളി സൈറ്റാണ്. അത് 2002 ആഡ് ചെയ്തത്. അത് തെറ്റാണ്. അപ്പോൾ എത്ര എണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓൺലി 2. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പാർട്ട് 3 വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.